ഹലോ! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു കിട്ടു സ്നാക്കുമായിട്ടാണ്. ഉള്ളി വഴറ്റുകയോ മസാല ഉണ്ടാക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാൻ, എന്നാലോ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ക്യാബേജ് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ചേർക്കുന്നത് ഒരു സവാളയുടെ പകുതിയാണ്, ഒരു കുഞ്ഞു സവാളയുടെ പകുതിയാണ് കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ കുറച്ച് മതി, കൂടുതലൊന്നും വേണ്ട. പിന്നെ അതുപോലെ ഒരു കുഞ്ഞു ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം എടുക്കാം, കോളിഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ ചേർക്കുന്നത്. തക്കാളിയുടെ പൾപ്പ് വേണ്ട, ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ കുക്കുംബർ ആണെന്നുണ്ടെങ്കിൽ കുക്കുംബറും എടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വേണം കേട്ടോ എടുക്കാൻ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ബീഫാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് കറി വെച്ചതിൽ നിന്നുള്ള ബീഫ് എടുത്ത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ കറിയിൽ ബീഫ് ഇല്ലാന്നുണ്ടെങ്കിൽ ബീഫ് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിപ്പോൾ കറിയിൽ നിന്ന് എടുത്ത ബീഫ് ആയതുകൊണ്ട് ഇതിൽ എല്ലാ സ്പൈസസും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് സ്പൈസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ചേർക്കുന്നത് മയോണൈസാണ് കേട്ടോ. മയോണൈസ് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബീഫ് കട്ട്ലറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബീഫിന് പകരം വേണമെങ്കിൽ ചിക്കനും എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 6 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോയാണ് ചേർക്കാറ്. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ ബോയിൽ ചെയ്തിട്ട് അത് സ്മാഷ് ചെയ്തെടുക്കണമെങ്കിലൊക്കെ ഒത്തിരി സമയം വേണം. അപ്പോൾ പെട്ടെന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ കട്ട്ലറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പൊട്ടറ്റോയ്ക്ക് പകരം ഇതുപോലെ ബ്രെഡ് ചേർത്താലും മതി. ബ്രെഡ് ഞാനിപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിച്ചിയിടുകയാണ് ചെയ്യുന്നത്. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 4 ബ്രെഡാണ് കേട്ടോ ആദ്യം ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ 2 ബ്രെഡും കൂടെ ചേർക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 2 ബ്രെഡും കൂടെ ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ 6 ബ്രെഡാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമുക്കിവിടെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. നമുക്ക് കൈകൊണ്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുപ്പികളുടെയൊക്കെ അടപ്പുണ്ടാവുമല്ലോ, അതിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കട്ട്ലറ്റ് മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി. ഞാനിപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഒരെണ്ണം ഇവിടെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസിനേക്കാൾ കൂടുതൽ ബീഫാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. വെജിറ്റബിൾസൊക്കെ കുറച്ച് മതി, പക്ഷേ ബീഫ് കുറേ വേണം. അപ്പോൾ ഞാനെല്ലാം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മുട്ട വേണം. അപ്പോൾ ഒരു മുട്ട ഞാനിപ്പോൾ ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മളിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ആദ്യം ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ എക്സ്ട്രാ ഉള്ള മുട്ട മിക്സ് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് പിടിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മളിത് ബ്രെഡ് ക്രംസിലാണ് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമല്ലോ സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതിലാണ് ഞാനിപ്പോൾ കോട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ ബ്രെഡ് ക്രംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കോട്ട് ചെയ്തെടുത്താലും മതി, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി. കാരണം നമ്മൾ ബീഫൊക്കെ നല്ല പോലെ കുക്ക് ചെയ്തതാണ്. പിന്നെ നമ്മൾ ബ്രെഡാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ വെജിറ്റബിൾസിനൊന്നും അധികം കുക്കാവേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ നമ്മുടെ ഈസി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ മയോണൈസ് ചേർത്തുകൊണ്ട് ഈ കട്ട്ലറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ കറിയിൽ നിന്നാണ് ബീഫ് എടുത്തിട്ടുള്ളത്. അപ്പോഴും തന്നെ ബീഫിലേക്ക് എല്ലാ സ്പൈസസും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയിയെ തിരഞ്ഞെടുത്തിട്ട്
ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗിവയിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ള് കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ഇഫ്താർ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.